Hello everyone, welcome to our class where we'll explore the world of words. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ക്ലാസ്സാണ് നടത്തുന്നത്, അതായത് എക്സാം സ്പെഷ്യൽ. നമ്മൾ സാധാരണയായിട്ട് എല്ലാ പരീക്ഷകൾക്കും ചാപ്റ്റേഴ്സ് പഠിക്കാറുണ്ട്, സമ്മറീസ് വരാറുണ്ട്, അതിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ചസ് വരാറുണ്ട്, പോംസ് ആണെങ്കിൽ അപ്രീസിയേഷൻസ് വരാറുണ്ട്, സ്റ്റാൻസ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ആൻസർ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ അതർ ആക്ടിവിറ്റീസ് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. എന്നാൽ ഇതെല്ലാം നമുക്ക് കാണാപ്പാഠം പഠിക്കാൻ പറ്റില്ല. നമുക്ക് ലാംഗ്വേജ് അത്യാവശ്യം കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഇതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോമാറ്റ്സ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫോമാറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവരുടെ കാര്യമല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിലോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഫോമാറ്റ് കൈവശമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻട്രഡക്ഷനും അതിൻ്റെ കൺക്ലൂഷനും അതേപോലെ അതിൻ്റെ ഒരു മൊത്തത്തിലൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഡീൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സോ അത്തരം കുറച്ച് ഫോമാറ്റ്സാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ അതിൽ നമുക്ക് ഫസ്റ്റ് വൺ ഇൻഫോർമൽ ലെറ്റർ ഫോമാറ്റ്, അതായത് നമ്മുടെ ഫ്രണ്ട്ലി ലെറ്റർ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് തരം ലെറ്റേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഫോർമൽ ലെറ്റേഴ്സ് ഉണ്ട്, ഇൻഫോർമൽ ലെറ്റേഴ്സ് ഉണ്ട്. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക്, റിലേറ്റീവ്സിന്, അല്ലെ ബ്രദേഴ്സിന്, അങ്ങനെയൊക്കെ നമുക്ക് അടുത്ത് പരിചയമുള്ള ആളുകൾക്ക് പരിചയം പുതുക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനോ വേണ്ടി നമ്മൾ എഴുതുന്നതിനെയാണ് ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുക. ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഒഫീഷ്യൽ പേർപ്പസാണ്. അതൊരു കംപ്ലയിൻറ്റ് ലെറ്റർ ആകാം, അല്ലെങ്കിൽ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളാകാം. നമ്മളൊരു അതോറിറ്റിയെ അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റീസിനെ നമ്മൾ കൃത്യമായി ഒരു കാര്യം അറിയിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയോ ഒക്കെ നമ്മൾ എഴുതുന്ന ഒരു ലെറ്ററാണ്. ഫസ്റ്റ് നമ്മൾ ഇൻഫോർമൽ ലെറ്ററിൽ നിന്ന് തുടങ്ങാം. ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ, അതായത് ഫ്രണ്ട്ലി ലെറ്റർ, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ലെറ്റർ എഴുതുമ്പോൾ നിങ്ങൾ ടു അഡ്രസ്സ് വെച്ച് തുടങ്ങുക. കണ്ടില്ലേ, നമ്മുടെ ഫോമാറ്റിൽ കൊടുത്തിട്ടുണ്ട് ടു അഡ്രസ്സ്. ടു അഡ്രസ്സിൽ നിങ്ങൾ ആർക്കാണോ ലെറ്റർ എഴുതേണ്ടത് അവരുടെ പേര്, അഡ്രസ്സ്, പ്ലേസ്, ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ വെക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ തുടങ്ങുന്നു. നമ്മുടെ റൈറ്റിംഗ് തുടങ്ങിയിട്ട് ഡിയർ എന്ന് പറഞ്ഞ് നമ്മളുടെ ഫ്രണ്ടിൻ്റെ പേര്, ആർക്കാണോ നമ്മൾ ലെറ്റർ എഴുതുന്നത് അയാളുടെ പേര് അവിടെ കൊടുക്കുക, അല്ലേ? എന്നാൽ നമ്മൾ എഴുതുക, ഇറ്റ് ഹാസ് ബീൻ ഏജസ് സിൻസ് വി ലാസ്റ്റ് സ്പോക്ക്. അതായത് നമ്മൾ പരസ്പരം ഒന്ന് സംസാരിച്ചിട്ട് ഏജസായി, യുഗങ്ങളായി എന്ന് പറഞ്ഞാൽ കുറേ കാലമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും കാലമായി നമ്മൾ തമ്മിലൊന്ന് സംസാരം ഉണ്ടായിട്ട്. ആൻഡ് ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് യു. ഞാൻ നിന്നെപ്പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഐ എം സിറ്റിംഗ് ഹിയർ വിത്ത് എ കപ്പ് ഓഫ് കോഫി. ഞാനിപ്പോൾ ഒരു കപ്പ് കാപ്പിയുമായി ഇവിടെ ഇരുന്നു കൊണ്ട്, ആൻഡ് ഐ തോട്ട് ഇറ്റ്സ് എ പെർഫെക്റ്റ് ടൈം ടു റൈറ്റ് ടു യു. അപ്പോൾ ഒരു കപ്പ് കാപ്പിയുമായി ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഇതാണ് നിനക്ക് എഴുതാനുള്ളൊരു കൃത്യമായ സമയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലേ? ഞാൻ ചിന്തിക്കുന്നു. ലൈഫ് ഹാസ് ബീൻ ക്രേസി ബിസി, അല്ലേ? ജീവിതം എന്ന് പറയുന്നത് അത്രയും തിരക്കേറിയ ഒന്നാണ്. ബട്ട് ഐ ഫൈനലി ഹാവ് എ മൊമെൻറ്റ് ടു ക്യാച്ച് അപ്പ് വിത്ത് യു. എന്നിരുന്നാലും ഇപ്പോൾ എനിക്ക് നീയുമായിട്ട് ഒന്ന് സംസാരിക്കാനും സംവേദനം നടത്താനും ഒരു അവസരം കിട്ടിയിരിക്കുന്നു. ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും കുറേ കാലമായി വിവരം ഒന്നും ഇല്ലാത്ത ആളെ നമ്മൾ സംസാരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ ബോഡി പാർട്ടാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഒരു ലെറ്റർ എഴുതുന്നത് ആ കാര്യം വളരെ വ്യക്തമായി വിശദീകരിക്കേണ്ടത് രണ്ടാമത്തെ പാരഗ്രാഫിലാണ്. അതിനുശേഷം മൂന്നാമത്തെ പാരഗ്രാഫ്, എനിവേ ഇനഫ് അബൌട്ട് മീ. എന്തായിരുന്നാലും ഞാൻ എന്നെപ്പറ്റി ധാരാളം പറഞ്ഞിരിക്കുന്നു. ഇനി ഹൗ ഹാവ് യു ബീൻ, ഇനി നിന്നെപ്പറ്റി പറയാം. എങ്ങനെ ഇരിക്കുന്നു നീ, എന്താ നിൻ്റെ വിശേഷങ്ങളൊക്കെ. റൈറ്റ് ബാക്ക് സൂൺ, പെട്ടെന്ന് തന്നെ എനിക്ക് മറുപടി അയയ്ക്കുക. ആൻഡ് ഫിൽ മീ ഇൻ വാട്ട്സ് ന്യൂ വിത്ത് യു. നല്ലൊരു സെൻറ്റൻസ് ആണല്ലേ അത്. ഫിൽ മീ ഇൻ വാട്ട്സ് ന്യൂ വിത്ത് യു. എന്താണ് നിൻ്റെ പുതിയ വിശേഷങ്ങളെന്ന് എന്നെ അറിയിക്കുക. ടേക്ക് കെയർ ആൻഡ് ലെറ്റ്സ് ക്യാച്ച് അപ്പ് സൂൺ. സുഖമായിരിക്കൂ, നമുക്ക് പെട്ടെന്ന് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞിട്ട് വിത്ത് ലവ്, കാരണം സ്നേഹത്തോടു കൂടി നമ്മൾ എഴുതുന്ന കത്താണ്. വിത്ത് ലവ്, നമ്മളുടെ പേര്, അഡ്രസ്സ്, സിഗ്നേച്ചർ
തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ എഴുതിയിട്ട് ഈ ലെറ്റർ അങ്ങോട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് ആവശ്യക്കാർ കീപ്പ് ചെയ്യുക. ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്ക് ഇതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അവരെങ്ങനെയെങ്കിലും ഇത് ചെയ്തോളും അല്ലേ. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോമൽ ലെറ്ററാണ്. ഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ അത് വളരെ കൃത്യമായി നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫ്രം അഡ്രസ്സ്. ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുമല്ലോ എഴുതുന്നത്. എഴുതുന്ന ആളുടെ പേര്, അഡ്രസ്സ്, പ്ലേസ്, അന്നത്തെ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഫ്രമ്മിൽ പേജിൻ്റെ ഇടതുവശത്ത് അങ്ങനെയാണല്ലോ നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മൾ എഴുതി വയ്ക്കുന്നു. അതിൻ്റെ താഴെ ടു അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. നമ്മൾ തൊട്ട് മുമ്പത്തെ ലെറ്ററിൽ നമ്മൾ രണ്ടും ഒരുമിച്ച് കൊടുത്തില്ലായിരുന്നു. ഇതിൽ പക്ഷേ രണ്ടും ഒരുമിച്ചാണ് നമ്മൾ കൊടുത്ത് കാണാറുള്ളത്. സോ ടു അഡ്രസ്സ് നമ്മൾ അതിന് താഴെ വയ്ക്കുന്നു. ടു അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ആർക്കാണോ നമ്മൾ അയക്കുന്നത് അയാളുടെ പേരോ അയാളുടെ സ്ഥാപനത്തിൻ്റെ പേരോ അതല്ലെങ്കിൽ അയാളുടെ വീട്ടുപേരോ എല്ലാം ഉൾക്കൊള്ളത്തക്ക വിധത്തിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അതിനുശേഷം നമ്മുടെ ഇൻഫോർമൽ ലെറ്ററിൽ ഇല്ലാത്തൊരു ഭാഗമാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിന് കത്തെഴുതുന്നു എന്ന് ഒറ്റ സെൻറ്റൻസിൽ ചുരുക്കി എഴുതുക. മനസ്സിലായോ? അപ്പോൾ അത് എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ഇന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ കത്തെഴുതൂ എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യനിൽ നോക്കിയിട്ട് ആ ഭാഗം കണ്ടുപിടിച്ച് നമ്മളത് അവിടെ എഴുതണം, നിർബന്ധമാണ്. അതിനുശേഷം ഡിയർ എന്നെഴുതിയിട്ട് നമ്മൾ ടു അഡ്രസ്സിലൊരു പേര് എഴുതിയില്ലേ, അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ അവിടെ എഴുതുന്നു അല്ലേ. ഇനി ചില സമയത്ത് എന്തിനാണ് നമ്മൾ ഒഫീഷ്യൽ ലെറ്ററിൽ ഡിയർ ഉപയോഗിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാറുണ്ട്. ഡിയർ ഉപയോഗിക്കാതെയും എഴുതാം, ഉപയോഗിച്ചും എഴുതാം. എന്നിട്ട് ഒഫീഷ്യൽ ലെറ്റർ ആയതുകൊണ്ട് സുഖവിവരങ്ങൾ തിരക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനോ നമ്മൾ മെനക്കെടേണ്ട കാര്യമില്ല. നമ്മൾ നേരെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്താണോ നമ്മുടെ ആവശ്യം അത് അവതരിപ്പിക്കുകയേ വേണ്ടൂ. അതിന് ഒരുപാട് അങ്ങോട്ട് നമ്മൾ കാഷ്വൽ ആക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. സോ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നു താങ്ക് യു ഫോർ യുവർ ടൈം അല്ലേ. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം ഇപ്പോൾ നിങ്ങൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിനാദ്യമേ നന്ദി പറയുന്നു. അതായത് താങ്ക് യു ഫോർ ദ കൺസിഡറേഷൻ എന്നൊക്കെ നമുക്ക് കൊടുക്കാം അല്ലേ. എന്നിട്ട് ഐ ആം റൈറ്റിംഗ് ടു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എന്താണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ് എന്തെങ്കിലും കൊടുത്ത് ടുവിന് ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഇട്ടിട്ട് വേണം നമ്മൾ എഴുതാൻ. അങ്ങനെ നമ്മൾ ആ സബ്ജക്റ്റ് ഓൾറെഡി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ നോക്കി നമ്മളിവിടെ പകർത്തി എഴുതുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കത്തെഴുതുന്നതെന്ന് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും. സെക്കൻഡ് പാരഗ്രാഫിൽ ബോഡി പാർട്ടാണ്. അതിനകത്ത് വിശദമായി ആ കത്തിൽ എന്താണ് ഉൾക്കൊള്ളിക്കേണ്ടത്, എന്താണ് നമ്മുടെ ആവശ്യം എന്നുള്ളത് നമ്മൾ അവതരിപ്പിക്കുന്നു. ലാസ്റ്റ് പാരഗ്രാഫിൽ താങ്ക് യു ഫോർ ദ കൺസിഡറേഷൻ, പരിഗണനയ്ക്ക് നന്ദി. ഐ ഹോപ്പ് യുവർ സപ്പോർട്ട് ടുഡേ വിൽ ബി ദ സക്സസ് ഓഫ് ടുമോറോ. നിങ്ങളുടെ ഇന്നത്തെ പിന്തുണ നാളത്തെ എൻ്റെ വിജയമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ എന്നും പറഞ്ഞ് നിർത്തി. കാരണം ഇതൊക്കെ ഏത് സെൻറ്റൻസിൽ നമുക്ക് എഴുതാവുന്ന ഒന്നാണ്. അതായത് എന്നെ പരിഗണിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണോ അതിനെ പരിഗണിക്കണം എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ ലെറ്ററിൽ എഴുതിയ പോലെ അല്ല വിത്ത് ലവ് എന്ന് നമ്മൾ കൊടുക്കാൻ പറ്റില്ല. സോ യോസ് ഫെയ്ത്ത്ഫുള്ളി എന്നോ യോസ് സിൻസിയർലി എന്നോ യോസ് ഒബീഡിയൻലി എന്നോ എഴുതി നമ്മളുടെ പേരും അഡ്രസ്സും നമ്മളുടെ സിഗ്നേച്ചറും വേണമെങ്കിൽ ഇമെയിൽ ID എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതുമൊക്കെ നമ്മൾക്ക് കൊടുക്കാം. അതേപോലെ ഫ്രമ്മിൽ നമുക്ക് കൊടുക്കാം നമ്മളെ ഇമെയിൽ ID, നമ്മുടെ ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോർമൽ നമ്മളൊരു കത്ത് എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ എഴുതുന്നു അതാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഒരു കംപ്ലയിൻറ്റ് ലെറ്ററാണ്. കംപ്ലയിൻറ്റ് ലെറ്ററും നമ്മളുടെ ഫോമൽ ലെറ്ററും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം എന്താ, ഫോമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഒരു ഒഫീഷ്യൽ പേർപ്പസ് ആണെന്ന്. കംപ്ലയിൻറ്റ് ലെറ്ററും ഒഫീഷ്യൽ പേർപ്പസാണ്. പക്ഷേ നമ്മളോട് സ്പെസിഫൈ ചെയ്തിട്ട് ഇങ്ങനെ കംപ്ലയിൻറ്റിൻ്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു പരാതി അറിയിക്കാൻ വേണ്ടി, ഇപ്പം നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു, അത് നമ്മൾ വിചാരിച്ച പോലെയല്ല, അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്ലയിൻറ്റ് ലെറ്റർ എന്ന് സ്പെസിഫൈ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ എഴുതുന്ന പോലെ ഫ്രം അഡ്രസ്സ് ഫസ്റ്റ്, ഫ്രം അഡ്രസ്സിൽ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ഇമെയിൽ, പ്ലേസ്, ഡേറ്റ്. ദെൻ
അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് എഴുതുന്നു, ടു അഡ്രസ്സ് എഴുതുന്നു. ആ ടു അഡ്രസ്സ് ഏതാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലേ അറിയുള്ളൂ. അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണോ, ഏത് സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ എഴുതുന്നത്, അവിടുത്തെ മാനേജർക്കാണെങ്കിൽ നമ്മൾ ടു ദി മാനേജർ എന്ന് പറഞ്ഞ് സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുന്നു, അഡ്രസ്സ് കൊടുക്കുന്നു. അല്ലെങ്കിൽ എഡിറ്റർക്കാണെങ്കിൽ ടു ദി എഡിറ്റർ ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രത്തിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുന്നു. ബാക്കി ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ എഴുതാറാണ് പതിവ്. അപ്പോൾ ഇതൊരു ഫോമൽ ലെറ്റർ ആയതുകൊണ്ട് തീർച്ചയായും സബ്ജക്റ്റ് വേണം. സബ്ജക്റ്റ് എഴുതുന്നു. നമ്മൾ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് റിഗാർഡിങ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഡാമേജ് ഐറ്റംസ് എന്തെങ്കിലും ആണെങ്കിൽ കംപ്ലൈൻറ്റ് റിഗാർഡിങ് ദ ഡാമേജ് ഓഫ് ഇൻ ഐറ്റം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വായിക്കുന്നതോടുകൂടിയിട്ട് അവർക്ക് മനസ്സിലാവുമല്ലോ എന്താണ് കാര്യം എന്ന്. അത് കഴിഞ്ഞ് നമ്മൾ തുടങ്ങുന്നു ഡിയർ എന്ന് പറഞ്ഞ് റെസിപ്പിയൻറ്റിൻ്റെ നമ്പർ കൊടുക്കുന്നു അല്ലേ. ടു അഡ്രസ്സ് ടു ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, പേര് നമ്മൾ കൊടുക്കുന്നു. ദെൻ ഡിയർ മാറ്റി റെസ്പെക്റ്റഡ് കൊടുക്കാം. നമ്മുടെ യുക്തിക്കനുസരിച്ച് ചെയ്യും. ഇത്രയും ഫസ്റ്റ് ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകേണ്ടത് ഇങ്ങനെയാണ്. ഐ എം റൈറ്റിംഗ്, ഞാൻ എഴുതുന്നു. ടു എക്സ്പ്രസ് മൈ ഡിസപ്പോയിൻമെൻറ്റ്, എൻ്റെ നിരാശയെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. റിഗാർഡിങ് എന്ന് പറഞ്ഞിട്ട് ഇന്ന വിഷയം, ഇന്നതിൻ്റെ റിഗാർഡിങ് എന്ന് പറഞ്ഞാൽ കാര്യത്തിൽ അല്ലേ, ഇന്ന കാര്യത്തിൽ, പരിഗണനയിൽ എന്നൊക്കെയാണ് ഉദ്ദേശം. അപ്പോൾ ഇന്ന വിഷയത്തിൻ്റെ കാര്യത്തിലുള്ള എൻ്റെ നിരാശ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ലെറ്റർ എഴുതുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയം അവിടെ എഴുതുന്നു. ഓൾറെഡി ഈ വിഷയം നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്, സബ്ജക്റ്റ് എന്നുള്ള പോർഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. അത് അതേപടി അവിടെ എഴുതുക ഒറ്റ സെൻറ്റൻസിൽ. ദെൻ എ പ്രോബ്ലം ഇഗ്നോർഡ് ടുഡേ, ഇന്ന് നമ്മൾ അവഗണിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബിക്കംസ് എ ക്രൈസിസ് ഫോർ ടുമോറോ, നാളത്തെ വലിയ ഒരു പ്രതിസന്ധിയാകും അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെൻറ്റൻസ് നമ്മൾ കൊടുക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, ദ സിറ്റുവേഷൻ ഇൻ എന്ന് പറഞ്ഞിട്ട് ഏത് സ്ഥലത്താണോ ഈ പ്രോബ്ലം നടക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ കൊടുക്കുക അല്ലേ. ഇന്ന സ്ഥലത്തിൻ്റെ പ്രശ്നമാണെന്നല്ലേ നമ്മൾ പറയുക. ആ സ്ഥലത്തിൻ്റെ പേര് ഇന്നിന് ശേഷം കൊടുക്കുക. ഇസ് ഓൾറെഡി ടേണിങ് ഇൻ ടു വൺ, ഇന്ന സ്ഥലത്തുള്ള ഈ ഒരു പ്രശ്നം ഓൾറെഡി ഇതുപോലെ ഒരു വലിയ ക്രൈസിസായി മാറിയിരിക്കുന്നു. ഐ എം റൈറ്റിംഗ് ടു ബ്രിങ് യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ, നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് എഴുതുന്നത് അല്ലേ. ഐ എം റൈറ്റിംഗ് ടു ബ്രിങ് യുവർ അറ്റൻഷൻ, നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എഴുതുന്നത്. ടു ദിസ് മാറ്റർ, ഈ വിഷയത്തിന്. ശേഷം ബോഡി പാർട്ടാണ്. ആ വിഷയം എന്താണ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് അതിനെ എലാബറേറ്റ് ചെയ്ത് എഴുതുക, വിശദമായി എഴുതുക. തേർഡ് പാരഗ്രാഫിൽ ഐ റിക്വസ്റ്റ് യുവർ ഏർജൻറ്റ് ഇൻ്റർവെൻഷൻ. ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇടപെടൽ എന്നാണ് അർത്ഥം. ഞാൻ നിങ്ങളോട് ഏറ്റവും പെട്ടെന്ന് ഇതിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ എന്ത് ചെയ്യുന്നു, അപേക്ഷിക്കുന്നു. ടു റിസോൾവ് ദിസ് മാറ്റർ, ഈ പ്രശ്നം, ഈ വിഷയം പരിഹരിക്കുന്നതിന് അറ്റ് ദി ഏർലിയസ്റ്റ്, ഏറ്റവും പെട്ടെന്ന് തന്നെ. ലെറ്റ്സ് വർക്ക് ടുഗെദർ ടു ടേൺ ദിസ് കംപ്ലൈൻറ്റ് ഇൻ ടു എ സൊല്യൂഷൻ. എങ്ങനെയാ, നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ലെറ്റ്സ് വർക്ക് ടുഗെദർ ടു ടേൺ ദിസ് കംപ്ലൈൻറ്റ് ഇൻ ടു എ സൊല്യൂഷൻ ബിഫോർ ഇറ്റ് ബിക്കംസ് എ ബിഗർ കൺസേൺ. എന്താണ്, വലിയ ഒരു പ്രശ്നം ആകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് എന്ത് ചെയ്യുക, ഇതിനൊരു പരിഹാരം കാണാം. യോഴ്സ് ഫെയ്ത്ത്ഫുള്ളി, നെയിം, സിഗ്നേച്ചർ. ഓക്കെ.